ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് 3D മാക്സിലെ ഒരു പ്രധാന സെറ്റിംഗ്സായ ഗാമ LUT സെറ്റപ്പിനെ കുറിച്ചാണ്. ഈ സെറ്റപ്പിൽ ചില ചേഞ്ചസ് വരുത്തിയതിനു ശേഷം നിങ്ങളുടെ റെൻഡർ വ്യൂവിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് വരുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം നമുക്ക് അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഗാമ സെറ്റപ്പിലേക്ക് പോവാം. അപ്പോൾ ഈ ഗാമ സെറ്റപ്പ് എടുക്കാൻ വേണ്ടി രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഗാമ സെറ്റപ്പ് എടുക്കാൻ കഴിയും. അത് ഏതാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് 3D Max ഓപ്പൺ ചെയ്താൽ നമുക്ക് ഫയൽ, എഡിറ്റ്, ടൂൾസ്, ഗ്രൂപ്പ് എന്നീ ഫയൽ മെനൂസുകൾ കുറച്ച് മെനുകൾ മെയിൻ ബാറിൽ നിങ്ങൾക്ക് റെൻഡറിങ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ റെൻഡറിങ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഗാമ LUT സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ രണ്ടാമത്തെ സ്ഥലം പറഞ്ഞാൽ കസ്റ്റമൈസിൽ പ്രിഫറൻസിൽ പോയാലും നമുക്ക് ഗാമയുടെ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രിഫറൻസ് സെറ്റിങ്സിൽ ഗാമ ആൻഡ് LUT സെറ്റപ്പ് എടുത്തു. അതിൽ എനബിൾ ഗാമ LUT കാണാം. അതിൽ ഡിസ്പ്ലേൻ്റെ താഴത്തായിട്ട് ഗാമ ആൻഡ് ഓട്ടോഡെസ്ക് വ്യൂ ഈ രണ്ട് ഓപ്ഷൻ ഹൈഡ് ആയതായിട്ട് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ എനബിൾ ഗാമ ടിക്ക് ഓഫ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം റെൻഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടിക്ക് ചെയ്യുന്നില്ല. ടിക്ക് ചെയ്യാതെ ഓക്കെ കൊടുത്തു. അതിനുശേഷം റെൻഡറിൻ്റെ ഷോർട്ട് കീ ഷിഫ്റ്റ് Q എടുത്ത് റെൻഡർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്തിട്ട് നോക്കാം അതെങ്ങനെയാണ് വരുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റെൻഡർ കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ചേഞ്ചസ് മാറ്റം വരുത്തി റെൻഡർ ചെയ്യാം. അങ്ങനെ റെൻഡർ വ്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റെൻഡർ വ്യൂ ഒന്ന് സേവ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഗാമ സെറ്റപ്പ് എടുക്കാം. എന്നിട്ട് അതിനുശേഷം ഈ സെറ്റിങ്സിൽ എനബിൾ ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ഗാമ 2.2 തന്നെ ഓക്കെ കൊടുത്തു. ഇനി ഇതിലൊന്ന് നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് റെൻഡർ വ്യൂ വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ വീണ്ടും ഞാൻ ഷിഫ്റ്റ് Q കൊടുത്ത് റെൻഡർ ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് റെൻഡർ കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം അടുത്ത സെറ്റിങ്സിൽ ഒന്ന് ചേഞ്ച് വരുത്തി നോക്കിയിട്ട് റെൻഡർ ചെയ്യാം. അപ്പോൾ അതുവരേക്കും വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ റെൻഡറിങ് കഴിഞ്ഞിരിക്കുന്നതായി കാണാം. ഈ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ റെൻഡർ വ്യൂ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതും നമുക്കൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, നേരത്തെ ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യണം. അതിന് B എന്ന നെയിം കൊടുത്ത് JPG ആക്കി കൊടുത്ത് സേവ് കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ഗാമ സെറ്റപ്പിലേക്ക് പോവാം. അതിനുശേഷം ഗാമയിൽ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഇനി ഗാമയിൽ 2.2 എന്ന വാല്യൂ 1 കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. അതിനുശേഷം സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഇവിടെ ചേഞ്ച് ആയതായിട്ട് കാണാം.
അതിനുശേഷം ഒന്ന് റെൻഡർ ചെയ്യാം. റെൻഡർ ചെയ്തതിന് ശേഷം നമുക്ക് അത് സേവ് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഈ റെൻഡറിങ്ങും അവസാനിച്ചതായി കാണാം. ഈ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ റെൻഡർ വ്യൂ ഡാർക്ക് ഷെയ്ഡായിട്ടാണ് കാണുന്നത്. ഇനി ഈ വ്യൂ ഒന്ന് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫയൽ നെയിം ഉള്ളിടത്ത് C എന്ന് നെയിം കൊടുത്തു. അതിനുശേഷം JPG ആക്കി കൊടുത്തു. അതിനുശേഷം സേവ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ആ ഫോൾഡർ സേവ് ചെയ്ത ഫോൾഡർ എടുത്തു നോക്കാം. അതിനുശേഷം മൂന്നാമത്തെ വ്യൂ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാം, അത് ഒരു നാച്ചുറൽ വ്യൂ ആയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. റെൻഡർ ചെയ്ത വ്യൂ അല്ല സേവ് ചെയ്തതിന് ശേഷം കാണുന്നത്. അപ്പോൾ നമ്മൾ റെൻഡർ ചെയ്ത വ്യൂ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ, ഡാർക്ക് ഷെയ്ഡാണ് റെൻഡർ ചെയ്തപ്പോൾ ഉള്ളത്. അത് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു നാച്ചുറൽ എഫക്റ്റ് ഉള്ള ഒരു വ്യൂ ആണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ റെൻഡർ ചെയ്തതിന് ശേഷം ആ വ്യൂവിൽ വരുന്ന ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ ലൈറ്റായി വരികയോ, അതേപോലെ തന്നെ ഒരു റെൻഡർ ചെയ്ത വ്യൂ സേവ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊരു ഡിഫറെൻ്റ് വ്യൂ ആയി കാണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗാമ സെറ്റപ്പിൽ പോയിട്ട് ചേഞ്ചസ് വരുത്തി ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.